Hi everyone, good afternoon. I am Sajila Shamir, വിംബിൾ അക്കാദമിയിലെ റെമഡിയൽ കോർഡിനേറ്റർ ആണ്. വിംബിൾ അക്കാദമിയിൽ കോഴ്സ് പൂർത്തിയാക്കിയ റെമഡിയൽ ട്രെയിനേഴ്സ് പാരൻസിനും സ്റ്റുഡൻസിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വെബിനാർസുകളാണ് നടത്തിപ്പോരുന്നത്. കുട്ടികളുടെ വളർച്ചയിൽ അവർക്കുണ്ടാകുന്ന മാനസികമായ ചേഞ്ചുകൾ അറിയാനും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകി പഠനവൈകല്യം പോലുള്ള മറ്റു ഡിസേബിലിറ്റികൾ കണ്ടെത്തി ഏർലി സ്റ്റേജിൽ തന്നെ റെമഡിയേഷൻ തെറാപ്യൂട്ടിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അവരെ പാകപ്പെടുത്തി കൊണ്ടുപോരാനും നമുക്ക് സാധിക്കും. അത്തരം കോഴ്സുകൾ വിംബിൾ അക്കാദമിയിൽ ഓൺലൈനായും ഓഫ്ലൈനായും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം വെബിനാറുകൾ ഒരു ഓപ്പർച്യൂണിറ്റിയായി കണ്ട് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അണ്ടർസ്റ്റാൻഡിംഗ് അഡോളസെന്റ് എന്നതാണ്. ഇത് ലീഡ് ചെയ്യുന്നത് ഖദീജത്തുൽ ഷംന മാം ആണ്. ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വെബിനാർ കണ്ടക്ട് ചെയ്യാനായി ഷംന മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, ഇവിടെ ഉള്ളവര് ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കാമോ? മറ്റേത് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ആർക്കും വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എൻ്റെ പേര് പറഞ്ഞല്ലോ, ഖദീജത്തുൽ ഷംന എന്നാണ്. എൻ്റെ നാടും കൂടെ പറയാം. പെരിന്തൽമണ്ണയാണ് എൻ്റെ നാട്. നിങ്ങളെയൊക്കെ പരിചയപ്പെടണമെന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്തിട്ടില്ലെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടായിരുന്നു. കാരണം കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തൊക്കെ മുന്നോട്ട് പോവാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തുമോ? ഹായ് മാം. താങ്ക് യു. വെരി ഗുഡ്. എന്റെ പേര് ഷഹാനയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഇപ്പോ MA സൈക്കോളജി കഴിയാറായിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിംബിളിന്റെ വെബിനാറുകളിൽ കയറാറുണ്ട്. ഞാൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഷഹാന. ഒരാളെങ്കിലും വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. ഇനി ആരെങ്കിലും? നെജില, ഷെറിൻ, ഗിരിജ, കൃഷ്ണപ്രിയ എന്നൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ? മറ്റത് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ, പരിചയപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൗമാരക്കാരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ? നമ്മൾ കൗമാരം എന്ന് പറയുമ്പം അതിന്റെ കൂടെ ചേർത്ത് വരുന്ന, പൊതുവേ പറഞ്ഞു വരുന്ന കൗമാര പ്രശ്നങ്ങൾ അല്ലെ, അങ്ങനെയാണ് എപ്പോഴും കേൾക്കാറുള്ളത്. അഡോളസൻസ് ഇഷ്യൂസ്, അതല്ലെങ്കിൽ കൗമാര പ്രശ്നങ്ങൾ എന്നാണ് അതിന്റെ കൂടെ ഒരു പ്രശ്നം എന്ന് ചേർത്തിട്ടാണ് അധികവും പറയാറ്. ഇവിടെ കൗമാരക്കാരായ കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടോ? ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെയാണല്ലോ. ഓക്കെ, എങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ട്. ഉണ്ട്. ഓക്കെ, താങ്ക് യു ഗിരിജ. എത്ര മകളാണോ മകനാണോ? എത്ര വയസ്സായി? മകൻ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? +2, 17. ഓക്കെ, കറക്റ്റ് പ്രായമാണ് അല്ലേ? അപ്പൊ ഉണ്ട്, ആ ഒരു സമാധാനത്തിൽ കാര്യങ്ങൾ പറയാം. ഒരാൾക്കെങ്കിലും ഉപകാരം, അല്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം അല്ലെ? മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ എന്തിനും നമുക്ക് അറിവ് എപ്പോഴും നല്ലതാണ്. ഓക്കെ, സ്കൂളിൽ നമ്മളെ മുന്നിലുണ്ടല്ലോ കുട്ടികള്. ഓ, സ്കൂളിലാണെങ്കിലും നമ്മളെ മുന്നിൽ എങ്ങനെ 10ാം ക്ലാസ്സുകാരൊക്കെ കിടക്കില്ലേ? 10, 9ാം ക്ലാസ്, 8ാം ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ. കുമാരന്മാരാണല്ലോ, അവരും അതിൽ പെടുമല്ലോ. അപ്പൊ കുട്ടികളെ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നു മാഡം. ടീച്ചറാണോ? അതെ അതെ. ഓ, ഓക്കെ ഓക്കെ.
അപ്പൊ എന്തായാലും ഒരുപാട് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഞാൻ അതെ എന്റെ അറിവുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. താങ്ക് യു. അപ്പോ കൗമാരം എന്ന് പറയുന്ന ആ ഒരു ഏജ് എത്രയാണ്? ഓക്കെ പ്രവീൺ, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. 13 മുതൽ 20 വരെയൊക്കെ പെടും. WHO പറയുന്നത് കൗമാരം എന്ന് പറയുന്നത് 10 മുതൽ 19 വയസ്സ് വരെ എന്നാണ്. യങ് അഡൾട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ യുവാക്കൾ എന്ന് പറയുമ്പോൾ 15 മുതൽ 24 വയസ്സ് എന്നാണ് WHO പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൗമാരപ്രായക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ടാണ് അല്ലെ, ഇവര് മുതിർന്നവരാണോ ഇവര് കുട്ടികളാണോ, ഏത് ഗണത്തിലാണ് ഇവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. കുട്ടികൾക്കും അതേ സംശയമാണ്. കുട്ടികൾക്ക് ആ സംശയം ഉണ്ടാക്കുന്നത് എന്താ? നമ്മൾ തന്നെയാണ് കുട്ടികൾക്ക് ആ സംശയം ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ വീട്ടിലൊക്കെ സീരിയസ് ആയിട്ട് മുതിർന്നവരിരുന്ന് സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനിടയിൽ കുട്ടികൾ അവരുടെ അഭിപ്രായമോ അല്ലെങ്കിൽ അതിനിടയിൽ കയറി എന്തെങ്കിലും സംസാരിക്കേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയും, ഈ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്താ, കുട്ടികൾക്ക് എന്താ കാര്യം, കുട്ടികൾ ഇവിടുന്ന് മാറിപ്പോ എന്ന് പറയും. അതേ കുട്ടിയോട് തന്നെ അതേ പേരന്റ് തന്നെ മറ്റൊരവസരത്തിൽ പറയും, നിങ്ങൾ എന്താ ഇപ്പൊ എന്തെങ്കിലും കുട്ടി ഇത്തരം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയും, നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ അല്ലെങ്കിൽ നീ എന്താ കുട്ടികളെ പോലെ പെരുമാറുന്നത്, നീ ഇത്രയും വലുതായില്ലേ, നീ മുതിർന്ന ഒരാളായില്ലേ, അങ്ങനെ പറയും. ഒരേ കുട്ടിയോട് ഒരേ പേരന്റ് രണ്ട് സാഹചര്യത്തിൽ രണ്ട് രീതിയിൽ പറയുമ്പം കുട്ടി തന്നെ അവിടെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഞാൻ കുട്ടിയാണോ, ഞാൻ മുതിർന്ന ഒരാളാണോ? അതുപോലെ നമ്മളുടെ ഉള്ളിലും ഉണ്ട് ആ ഒരു കൺഫ്യൂഷൻ. ഇത് നമ്മളിപ്പോ ഏത് ഗണത്തിലാ പെടുക, കുട്ടികളെ ഏത് ഗണത്തിലാ പെടുത്തുക എന്ന് നമ്മളുടെ ഉള്ളിലും ഉണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ. ശരിയല്ലേ അത്? അപ്പോ നമുക്ക് ഇവരുടെ പ്രത്യേകതകൾ എന്താന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതായത് കൗമാരക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാൻ 4 കാര്യങ്ങളാണ്, ഇവരുടെ 4 പ്രത്യേകതകളാണ്, 4 രീതിയിൽ ഇവരെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫസ്റ്റ്, ഇവര് ബയോളജിക്കലി എന്താണ് ഇവരുടെ പ്രത്യേകത, അതായത് ജീവശാസ്ത്രപരമായിട്ട് ഇവരുടെ പ്രത്യേകത എന്താണ്, അതുപോലെ ചിന്താപരമായിട്ട് എന്താണ് ഇവരുടെ പ്രത്യേകത, അതുപോലെ സൈക്കോ സോഷ്യലായിട്ട് എന്താണ്, സാമൂഹികമായിട്ട് എന്താണ് ഇവരുടെ പ്രത്യേകത, അതുപോലെ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത്രയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഒരു കുട്ടിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രകൃതം ഉണ്ട്, അതായത് ടെമ്പറാമെന്റ് എന്ന് പറയും. ഈ ടെമ്പറാമെന്റ് എന്ന് പറയുമ്പോൾ അതിന് യഥാർത്ഥ ഒരു കറക്റ്റ് ഒരു മലയാളം വേർഡ് പറയാൻ നമുക്ക് പറ്റില്ല. ഇങ്ങനെയാണ് കൂടുതൽ ചേർന്ന് വരുന്ന ഒരു പദം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ പ്രകൃതം എന്ന് പറയാം ടെമ്പറാമെന്റിന്. നമുക്കങ്ങനെ മനസ്സിലാക്കാം. അതായത് കുട്ടി ഇൻഹെറിറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ബയോളജിക്കൽ ആണ്. അതാണ് ടെമ്പറാമെന്റ് എന്ന് പറയുന്നത്. അതായത് പാരമ്പര്യമായിട്ട് കുട്ടിക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ബയോളജിക്കലി കുട്ടിയിൽ തന്നെ ജന്മനാ തന്നെ ഉള്ള ഒരു സംഭവം, അതാണ് ടെമ്പറാമെന്റ്. കുട്ടിയുടെ ഒരു പ്രകൃതം, അടിസ്ഥാനപരമായ പ്രകൃതം, അതാണ് ടെമ്പറാമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ അമ്മമാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഇപ്പൊ എന്റെ മൂത്ത കുട്ടി ഇങ്ങനെയാണ്, എന്റെ രണ്ടാമത്തെ കുട്ടിയുടെ പ്രകൃതം ഇങ്ങനെയാണ്. അങ്ങനെ അമ്മമാർക്ക് ഇത് കുട്ടി ഒരു 3 മാസം 6 മാസമൊക്കെ ആവുമ്പോഴേക്ക് കുട്ടിയുടെ ഏകദേശം പ്രകൃതം എങ്ങനെയാന്നൊക്കെ ഉള്ളത് അമ്മമാര് പറയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ടെമ്പറാമെന്റ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ടെമ്പറാമെന്റ് ഉണ്ടാവും എന്നുള്ളതും, ഈ ടെമ്പറാമെന്റ് അനുസരിച്ചാണ് ആ കുട്ടിയുടെ ഒരു വ്യക്തിത്വം ഉണ്ടാവുക. ഭാവിയിൽ ആ കുട്ടിയുടെ ഒരു വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നത് ഈ ടെമ്പറാമെന്റ് അനുസരിച്ചാണ് എന്നതാണ്. അതായത് ഈ ടെമ്പറാമെന്റ് ഞാൻ പറഞ്ഞു ജന്മനാ കുട്ടിയിലുള്ള ഒരു സംഭവമാണ്. അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പറയും എന്താണ്, കുട്ടികളെ ചെറുപ്പത്തിലെ ചിട്ടകളെല്ലാം ശീലിപ്പിക്കണം, അങ്ങനെയൊക്കെ പറയും അല്ലെ. സാധാരണ പറയുന്നതാണ് കുട്ടികളെ ഓരോ ശീലങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ ശീലാക്കി കൊണ്ടുവരണം. അതല്ലെങ്കിൽ വളർത്തുദോഷം എന്ന് പറയും ചിലർ, വളർത്തുദോഷം അതുകൊണ്ടാ കുട്ടി അങ്ങനെ പറയും.
അതുപോലെ ചിട്ട, കുട്ടിയിൽ ചിട്ടകൾ ഉണ്ടാക്കണം, കുട്ടികളിൽ ചെറുപ്പം മുതലേ ചിട്ടകൾ പരിശീലിപ്പിച്ച് കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരു കുട്ടിയിൽ ഒരു ടെമ്പറാമെന്റ് ഉണ്ടാവും, അതിനെ മോഡിഫൈ ചെയ്യുക, അതിൽ ശീലങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം അല്ല. അപ്പൊ നമ്മള് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ചിട്ട പഠിപ്പിക്കും. ഫസ്റ്റ് നമ്മൾ അധികം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ ബെഡ് വിരിക്കുക, എന്താണ് ബ്ലാങ്കറ്റ് മടക്കി വെക്കുക. അതൊക്കെ ഒരു ശീലമാക്കി കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ്, അത് ശീലമാക്കേണ്ടതുമാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. കുട്ടികളിൽ നമ്മൾ പലതും പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ആ ആൾക്ക്, ആ കുട്ടിക്ക് ബേസിക് ആയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആ കുട്ടിയുടെ ഒരു ടെമ്പറാമെന്റ് ഉണ്ടാവും. നമുക്കറിയാം ചിലരെ നമ്മൾ പറയും, എന്റെ ഒക്കെ ഫാമിലിയിലുണ്ട് കേട്ടോ. ഇപ്പോ പാരന്റ്സ് അത്രയും നല്ല നീറ്റായിട്ട് വളരെ ചിട്ടകളൊക്കെ പഠിപ്പിച്ച് ഈ പറഞ്ഞ പോലെ വീടൊക്കെ അത്രയും നല്ല അടുക്കും ചിട്ടയോടും ഒക്കെ ചെയ്യാനൊക്കെ കുട്ടിയുടെ ബെഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പരിശീലിപ്പിച്ച ഒരാളായിരിക്കും. പക്ഷെ കുട്ടി സ്വന്തമായിട്ട് ചിറകിന്റെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ, പാരന്റ്സിന്റെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ അവിടെ എന്താണ്, പിന്നെ അവർക്ക് അവരുടേതായ ഒരു രീതിയിലേക്ക് അവരങ്ങോട്ട് മാറും. എത്ര ശീലിച്ചതാണ്, ചില കുട്ടികൾ എന്താണ് ആകെ വലിച്ചു വാരിയിട്ട് അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ കാണാം. അപ്പൊ അതാണ് ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ടെമ്പറാമെന്റ് ആ കുട്ടിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ടെമ്പറാമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മൂന്നായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ടെമ്പറാമെന്റ്, അതായത് ഇപ്പൊ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഈസി ടെമ്പറാമെന്റ് എന്ന് പറയാം, ഈസി ടെമ്പറാമെന്റ് എന്ന് പറയാം. അതുപോലെ രണ്ടാമതായിട്ട് ഡിഫിക്കൽട്ടി ടെമ്പറാമെന്റ് എന്ന് പറയാം. മൂന്നാമതായിട്ട് തരംതിരിക്കാൻ പറ്റുന്നത് സ്ലോ ടു വാം അപ്പ് ആയിട്ടുള്ള കുട്ടികൾ. ആ ഒരു രീതിയിലുള്ള കുട്ടികളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്താൽ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം. അതായത് ഫസ്റ്റ് പറഞ്ഞു ഈസി ടെമ്പറാമെന്റ് എന്നുള്ളത്, അതായത് ഈസി ടെമ്പറാമെന്റ് ചൈൽഡ്. അതായത് ഈ കുട്ടികള് എല്ലാ സിറ്റുവേഷനോടും ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവർ അഡാപ്റ്റ് ചെയ്യും. കുട്ടികൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ ഇപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുമ്പോൾ ചില കുട്ടികൾ ഭയങ്കര പ്രശ്നമായിരിക്കും, കരഞ്ഞ് ബഹളം വെച്ച് അങ്ങനെ ഭയങ്കര പ്രശ്നമായിരിക്കും. ചില കുട്ടികൾക്ക് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ആ സാഹചര്യത്തിനോട് പെട്ടെന്നൊന്ന് എന്താണ് അതുമായിട്ട് പൊരുത്തപ്പെടും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ സ്കൂളിലേക്കൊക്കെ ഫസ്റ്റ് പറഞ്ഞയക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും, ചില കുട്ടികൾ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്, എന്നാലും അവർ ആ സാഹചര്യത്തോട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് വരും ഈസി ആയിട്ട് തന്നെ. അതാണ് ഈസി ടെമ്പറാമെന്റ് ഉള്ള കുട്ടികളെ പറയുന്നത്, പ്രത്യേകത പറയുന്നത്. അതുപോലെ ഡിഫിക്കൽട്ടി ടെമ്പറാമെന്റ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികള് ഭയങ്കരമായിട്ട് ഇമോഷൻസ്, അതുപോലെ വികൃതി, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളായിരിക്കും. ഭയങ്കരമായിട്ട് ദേഷ്യം, വാശി, അതുപോലെ സങ്കടമാണെങ്കിലും അത് ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ടൈപ്പ് കുട്ടികളാണ് ഈ ഡിഫിക്കൽട്ടി ടെമ്പറാമെന്റ് ഉള്ള കുട്ടികൾ. മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു വളരെ തണുപ്പന്മാരായിരിക്കും, ഇവര് സ്ലോ ടു വാം അപ്പ് ആയിരിക്കും, വളരെ തണുത്ത പ്രകൃതക്കാരായിരിക്കും. അവർക്ക് അപ്പൊ ഈ മൂന്ന് ടൈപ്പ് കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് മൂന്ന് രീതിയിലാണ്, മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവരോട് നമ്മൾ കാണിക്കേണ്ട സമീപനം എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ്. ഈ മൂന്ന് ടെമ്പറാമെന്റ് ഉള്ള കുട്ടികളെ നമ്മൾ ഒരേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കുട്ടിയെ മനസ്സിലാക്കി പെരുമാറുക എന്ന് പറയില്ലേ, അപ്പൊ അത് ഇങ്ങനെയാണ്. അതായത് ഈസി ടെമ്പറാമെന്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾക്ക് എന്താണ്, ആ കുട്ടിയെ നമുക്ക് മറ്റു പുതിയതായിട്ടുള്ള പല കാര്യങ്ങൾക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാം, പല കാര്യങ്ങളും ചെയ്യാൻ പുഷ് ചെയ്ത് കൊടുക്കാം, അവരത് ചെയ്തോളും. അവർക്ക് ഫസ്റ്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അതിനോട് എന്താണ്, അതിനെ അഡാപ്റ്റ് ചെയ്യും, അതിനോട് പൊരുത്തപ്പെടും, അവരത് ചെയ്യും ആ കാര്യങ്ങൾ, അവർക്കത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഈസി ടെമ്പറാമെന്റ് ഉള്ള കുട്ടികളെ പോലെ തന്നെ നമ്മൾ ഈ ഡിഫിക്കൽട്ടി ടെമ്പറാമെന്റ് ഉള്ള കുട്ടികളെ സമീപിച്ചാലോ അവിടെ മൊത്തം പ്രശ്നങ്ങളായിരിക്കും, അവിടെ നെഗറ്റീവ് പാരന്റിങ് ആയിരിക്കും നടക്കുക. അതായത് നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നത് നേരെ വിപരീത ഫലങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടത്, ഇവര് പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് സങ്കടം വരും, ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രകൃതമായിരിക്കും ഇവരുടെ. ഇമോഷൻസും ഒക്കെ അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രകൃതമായിരിക്കും ഇവരെ. അപ്പൊ ഇവരെ നമ്മൾ എന്താണ് ക്ഷമയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. മറ്റ് ഈസി ടെമ്പറാമെന്റ് ഉള്ള കുട്ടിക്ക് കൊടുക്കുന്ന പോലെ, അവർ ചെയ്ത പോലെ അതേ രീതിയിൽ ഇവരെയും കൂടെ. അപ്പൊ ഒരു പാരന്റ്സിന് തന്നെ രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു കുട്ടി ചിലപ്പോൾ ഈസി ടെമ്പറാമെന്റ് ആയിരിക്കും, രണ്ടാമത്തെ കുട്ടി ചിലപ്പോൾ എന്താണ് ഡിഫിക്കൽട്ടി ടെമ്പറാമെന്റ് ആയിരിക്കും. അവൻ അങ്ങനെയാണല്ലോ ചെയ്തത്, അതേ രീതിയിൽ ഇവനെയും ചെയ്യാമെന്ന്
ഒരിക്കലും കരുതരുത്. ഈ കുട്ടിയെ ക്ഷമയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. അതുപോലെ മൂന്നാമതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എങ്ങനെയാ? നമ്മള് സ്ലോ ടു വാമപ്പ് ആണ്. ഭയങ്കര തണുത്തുകൊണ്ടുള്ള ഒരു പ്രകൃതമായിരിക്കും. ഇവർ കാര്യങ്ങളൊക്കെ സ്ലോ ആയിട്ട് അങ്ങനെ ചെയ്തു പോരുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു തണുത്ത പ്രകൃതം എന്ന് തന്നെ പറയാം ഇവരെ. ഇവർക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ക്ഷമയും കാണിക്കണം, അതുപോലെ സപ്പോർട്ടും കൊടുക്കണം, നല്ല സപ്പോർട്ടും കൊടുക്കണം ഈ കുട്ടികൾക്ക്. ഈ കുട്ടീനെ, ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഈസി ടെമ്പറാമെന്റ് ഉള്ള കുട്ടിയോട് പറയുന്ന പോലെ അവൻ അങ്ങനെ ചെയ്തല്ലോ, അവൻ അന്ന് ഇങ്ങനെ ചെയ്തല്ലോ, അവന് സ്കൂളിൽ ഇങ്ങനെ ചെയ്തല്ലോ, അവന് അതാക്കിയല്ലോ ഇതാക്കിയല്ലോ എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് അത് ഇറിറ്റേറ്റ് ചെയ്യും, അവനത് കൊണ്ടത് പറ്റില്ല. എന്നാൽ ക്ഷമയോട് കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ഈ കുട്ടി ചെയ്യും. മനസ്സിലായല്ലോ? 3 കാറ്റഗറി കുട്ടികളെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ ആ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന സ്ഫടികം ഫിലിം ഓർമ്മ വന്നു. സ്ഫടികം ഫിലിമിൽ നമുക്കറിയാലോ, എല്ലാവരും എപ്പോഴും പറയുന്നതാണ് ചാക്കോ മാഷ് എന്നുള്ളൊരു കാര്യം. എപ്പോഴും പറയുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ചാക്കോ മാഷിന്റെ മകനാണ് മോഹൻലാൽ, തോമസ് ചാക്കോ അല്ലെ? അങ്ങനെ തന്നെയാണ് പേരൊന്നും ഓർമ്മ. ഓക്കെ. ഈ ചാക്കോ മാഷ് തോമസ് ചാക്കോനെ അടിച്ചും പിടിച്ചും തല്ലി പഠിപ്പിച്ചും അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ്. അങ്ങനെ ചെയ്തിട്ട് പിന്നെ വരുന്നത് തോമസ് ചട്ടമ്പി ആയിട്ടാണ് അല്ലെ? ഭയങ്കര റൗഡി ആയിട്ടുള്ള ഒരാളായിട്ടാണ് മാറുന്നത് പിന്നെ വരുന്നത്. അപ്പോ അതില് നെടുമുടി വേണുവിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് കറക്റ്റ് ഇതില്ല, പക്ഷെ എന്തായാലും എന്റെ ഓർമ്മയിൽ നിന്ന് പറയാണ്. അതിൽ നെടുമുടി പറയുന്നുണ്ട്, നെടുമുടി വേണു തിലകനോട് താനാണ് അടിച്ചും തല്ലിയുമാണ് ഇവനെ ഈ കോലത്തിലാക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ചാക്കോ മാഷ് മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ എത്ര കുട്ടികളെ ഇങ്ങനെ തല്ലിയും ഒക്കെ തന്നെയാണ് പഠിച്ചു വലുതാക്കിയിട്ടുള്ളത്, നന്നാക്കിയിട്ടുള്ളത്. എന്റെ മകളും ഒക്കെ ഇതുപോലെ തന്നെയാണ് ഞാൻ വളർത്തിയിട്ടുള്ളത്, ഇങ്ങനെ തന്നെ പെരുമാറിയിട്ടുള്ളത്. അപ്പൊ നെടുമുടി വേണു അതിനൊരു മറുപടി പറയുന്നുണ്ട്, ആന ചവിട്ടിയാലും ചാവാത്തവരുണ്ട് മാഷേന്ന്. ആന ചവിട്ടിയാലും ചാവാത്തവരുണ്ട് മാഷേന്ന്. അതായത് അവരുടെ ടെമ്പറാമെന്റ് അനുസരിച്ചാണല്ലേ, ഓരോ ആളുകളുടെ ടെമ്പറാമെന്റ് അനുസരിച്ചാണ്. ഇപ്പോ അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഈസി ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറി ഉള്ളവരെ നമ്മൾ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്താല്, അല്ലെങ്കിൽ ഒന്ന് ചീത്ത പറഞ്ഞാല്, അടിച്ചാല്, അവര് ചിലപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യും, അവർ അതിനോട് അഡ്ജസ്റ്റ് ആയി പോകും. പക്ഷെ അതല്ലാത്തൊരു ടെമ്പറാമെന്റ് ഉള്ള ഒരാളെ നമ്മൾ ഫോഴ്സ് ചെയ്താല് അത് ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നിയതൊന്ന് പറഞ്ഞതാണ് കേട്ടോ. കുട്ടി എന്താണോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കുട്ടിയെ അറിഞ്ഞു വളർത്തുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ ചിട്ട ശീലിപ്പിക്കുക എന്നത് നമ്മൾ വിശ്വസിക്കും, ചിട്ട കുട്ടികളെ ശീലിപ്പിക്കാം എന്നുള്ളത്. പക്ഷെ പുതിയ റിസർച്ചുകൾ പറയുന്നത് നമ്മള് വീട്ടിലും സ്കൂളിലും ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് കുട്ടികളെ ചിട്ടയും കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ശരിയാക്കി എടുക്കാം. എങ്കിലും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ടെമ്പറാമെന്റ് ഉണ്ട്, അത് ഈസി ആയിട്ട് അങ്ങോട്ട് മാറ്റാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് തന്നെ. അത് അവിടെ ഉണ്ടാവും, അതിനനുസരിച്ച് തന്നെയായിരിക്കും അവരുടെ വ്യക്തിത്വം. എന്ന് വെച്ചാൽ ഒരിക്കലും കുട്ടികളെ മാറ്റാൻ പറ്റില്ല, അങ്ങനെയല്ല പറയുന്നത്. കുട്ടികളെ ചിട്ട ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെയല്ല പറയുന്നത്. ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഒരാളുടെ ടെമ്പറാമെന്റിനെ മാറ്റിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്, അത് ഈസി അല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നത് അഡോളസൻസിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ആ സമയത്ത് ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അത് അറിയുന്നത് നന്നായിരിക്കും, കാരണം ഇവരെ മനസ്സിലാക്കാൻ അതും കൂടെ അറിയുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന് 2 ഭാഗങ്ങളുണ്ട് അല്ലെ, 2 ഹെമിസ്ഫിയറുകൾ ഉണ്ട് നമ്മുടെ ബ്രെയിൻ. നമ്മൾ ബ്രെയിനിന്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ തന്നെ 2 ഭാഗങ്ങളായിട്ടല്ലേ കാണും. പലപ്പോഴും ഒന്നിന് ബ്ലൂവും ഒന്നിന് റെഡും ഒക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ ബ്രെയിനിന്റെ 2 ഹെമിസ്ഫിയറുകളെയും കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കൊളോസം എന്ന് പറഞ്ഞ ഒരു നാഡീതന്തുവാണ്. നാഡിയാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. ഈ ടീനേജിലുള്ള
കുട്ടികൾക്ക് ഈ കൗമാര പ്രായത്തിലെത്തുമ്പോൾ ഈ കണക്ട് ചെയ്യുന്ന കോർപ്പസ് കൊളോസത്തിന്റെ എന്താണ് ഭിത്തി അതിന് കട്ടി കൂടും എന്നുള്ളതാണ് പറയാം ആ ഒരു സമയത്ത് ബ്രെയിനിന്. അപ്പൊ ഈ ഒരു സമയത്ത് അത് കട്ടി കൂടുമ്പോൾ അതിന്റെ ഒരു ഗുണം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നന്നായിട്ട് മെച്ചപ്പെടും. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് നന്നായിട്ട് കൂടും ഈ ഒരു സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒന്ന് എന്താണ് ആലോചിച്ചാൽ അറിയാൻ പറ്റും. ഒരു 8ാം ക്ലാസ് വരെയൊക്കെ കുട്ടികൾ ഇങ്ങനെ ഒരു സാധാരണയിൽ ഇങ്ങനെ കുറച്ച് കൂടി അങ്ങനെ ആയിരിക്കും അവരുടെ സിലബസ് ഒക്കെ പോകണം. പക്ഷെ ഒരു 9 എത്തുമ്പോഴേക്കും കുട്ടികളുടെ സിലബസ് ഒക്കെ അത്യാവശ്യം കട്ടി ആയിട്ടുണ്ടാവും. അത്യാവശ്യം കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു സിലബസ് ആയിരിക്കും 9th ഉള്ളത്. അത് കുട്ടികൾക്ക് ആ സമയത്ത് അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളതാണ്. 13-14 വയസ്സാവുമ്പോഴേക്കും കുട്ടികളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ നന്നായിട്ട് കൂടും. ഇവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രെയിനിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അമിഗ്ഡല എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിൽ ഒരു സ്ഥലമുണ്ട്. അത് വൈകാരിക കേന്ദ്രം എന്നാണ് അതിനെ പറയാ. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇമോഷൻസ് ഒക്കെ അവിടെ നിന്നാണ്, ഈ അമിഗ്ഡലയിൽ നിന്നാണ്. മറ്റൊരു ഇതെന്നുള്ളത് ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നമ്മുടെ പ്ലഷർ കൺട്രോൾ ചെയ്യുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ ആനന്ദത്തിന്റെ കൺട്രോള് ഈ പറഞ്ഞ ഭാഗത്ത് നിന്നാണ്, ന്യൂക്ലിയസ് അക്യുംബൻസ് എന്നാണ് ആനന്ദത്തിന്റെ കൺട്രോള് വരുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഈ കൗമാര പ്രായത്തിൽ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അതിന്റെ ടോപ്പിലേക്ക് അതിന്റെ എല്ലാ ഡെവലപ്മെന്റും അവിടെ അത് വികസിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. അതിന്റെ മാക്സിമം ഡെവലപ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതുപോലെ ഈ കൗമാരക്കാരുടെ ബ്രെയിനില് നമുക്കറിയാം തലച്ചോറിന്റെ പ്രധാന ഒരു ഭാഗം എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണെന്നുള്ളത് അല്ലെ. ഈ ഒരു കൗമാരപ്രായത്തിൽ എത്തുമ്പം ഈ ന്യൂറോൺസിനെ പ്രൂൺ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ബ്രെയിനിൽ ന്യൂറോൺസിന്റെ അതായത് പ്രൂൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനെങ്ങനെ ഒന്ന് നമ്മൾ ചെടികളൊക്കെ വെട്ടി ഒതുക്കി നിർത്തുന്ന പോലെ ഒന്ന് പ്രൂൺ ചെയ്ത് അതിനൊന്ന് കോമ്പാക്റ്റ് ആക്കി സെറ്റ് ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നടക്കുന്നത് ആ പ്രോസസ്സിങ് ഒന്ന് നടക്കുന്നത് ഈ ഒരു കൗമാരപ്രായത്തിലാണെന്നുള്ളതാണ്. അതായത് അതിന്റെ അർത്ഥം ബ്രെയിനിന്റെ സ്ട്രക്ചർ മാറും, സ്ട്രക്ചറിൽ ചേഞ്ചസ് വരും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ് അതിനൊന്ന് റീഓർഗനൈസ് ചെയ്യും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രെയിൻ ഒന്ന് റീഓർഗനൈസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ കൗമാരം എന്നുള്ളത്. പിന്നെ ഒന്ന് ബ്രെയിനിൽ ചിന്തയുടെ സ്ഥാനമാണ് കോർട്ടെക്സ്. ഈ പ്രിഫോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഫ്രണ്ടിലുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ യുക്തി, അതുപോലെ നമ്മുടെ ആലോചന, അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, റീസണിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് നടക്കുന്നത്. ഇത് വികസിച്ച് വരുന്നത് ഇതിന്റെ ഒരു വികാസം, അതായത് ഒരു അഡൾട്ടിന്റെ ഒരു മുഴുവൻ വളർച്ചയിലേക്ക് അതിന്റെ ഫംഗ്ഷനിലേക്ക് അത് എത്തുന്നത് ഒരു 25 വയസ്സോട് കൂടിയാണെന്നാണ്. അതായത് ഒരു 18 ഒക്കെ ആവുമ്പോൾ കുറച്ച് ഡെവലപ്പ് ആവും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അത് സെറ്റ് ആവുന്നത് ഒരു 25 വയസ്സാവുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രെയിനിൽ ഇത്രയും മാറ്റങ്ങളാണ് വരുന്നത്. ഇപ്പൊ ഈ പ്രിഫോണ്ടൽ കോർട്ടെക്സിന്റെ ഒക്കെ എന്താണ് റീഓർഗനൈസേഷൻ ഇത് 40 വയസ്സാവുമ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. റിസർച്ചുകളും ഒക്കെ അങ്ങനെ എന്താണ് ഓരോ റിസർച്ചിനനുസരിച്ച് ഇത് എന്താണ് പുതുതായി ഇങ്ങനെ മാറി വരുന്നത്. പണ്ടൊക്കെ നമ്മൾ എന്താ പറയാ 18 വയസ്സാവുമ്പോൾ ഒരു 10-18 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് പൂർണ്ണ വളർച്ച എത്തും. അങ്ങനെയാണ് നമ്മുടെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ എന്താണ് ടെക്നോളജി കൂടി, FMRI സ്കാനൊക്കെ വന്നു, ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ബ്രെയിനിലെ മാറ്റങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ ഈ ഒരു പ്രായമെത്തിയപ്പോ എന്താണ് കൗമാര പ്രായത്തിലെത്തിയപ്പോ ഇമോഷൻസിന്റെ കൺട്രോളൊക്കെ മുഴുവനായിട്ടും വികസിച്ചു അല്ലെ. നമ്മൾ പറഞ്ഞു അമിഗ്ഡല പറഞ്ഞു ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളത്. അതുപോലെ ആനന്ദത്തിന്റെ എന്താണ് കേന്ദ്രവും ആനന്ദത്തിന്റെ എന്താണ് കൺട്രോളും ഏകദേശം പൂർണ്ണമായിട്ട് മുഴുവനായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ അതുപോലെ ചിന്തയുടെ ഒക്കെ സ്പീഡ് വളരെ കൂടി. എന്നാൽ
അതുപോലെ പുതിയ ഹാബിറ്റുകളൊക്കെ എന്താണ് രൂപപ്പെട്ടു വരും. ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞു ബ്രെയിൻ പ്രൂൺ ചെയ്യും, എന്താണ് ഈ ന്യൂറോൺസിനെ പ്രൂൺ ചെയ്ത് നിർത്തും എന്നൊക്കെ. ആ ഒരു സമയത്ത് ഹാബിറ്റുകളൊക്കെ ഒന്ന് സെറ്റ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആ സമയത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഒരു സംഭവം മാത്രം എന്താണ്, അവരുടെ യുക്തിയുടെ കേന്ദ്രം, അപ്പൊ നമ്മൾ റീസണിങ്ങിന്റെ, ചിന്തയുടെ ഭാഗം എന്താണ്, അത് നമ്മൾ പറഞ്ഞു ഒരു 25 വയസ്സൊക്കെ ആവുമ്പോഴാണ് അതെന്താണ് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുക എന്നുള്ളത്. അപ്പൊ അതിന്റെ വളർച്ച മുഴുവനായിട്ടും അങ്ങോട്ട് എത്തിയിട്ടും ഇല്ല. അപ്പൊ എന്താണ്, ഇവരുടെ ഇമോഷണൽ കൺട്രോള് പൂർണ്ണമായിട്ട് വികസിക്കുന്നു. അതേസമയം എന്താണ് യുക്തി, റീസണിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആലോചന, ഇതൊക്കെ ഇവർക്ക് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഇത് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നിയമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ ചില വലിയ വലിയ കേസുകൾ, അഭയ കേസൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ അഡോളസൻസ് ആയിട്ടുള്ള കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കാറുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതിൽ പറയുന്നത് ഇവർക്ക് അതിന് മാത്രം എന്താണ് എന്താ ബ്രെയിനിൽ അതിന് മാത്രം എന്താണ് ചിന്തകളും കാര്യങ്ങളും റീസണിങ് സ്കില്ലും ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവും ഒക്കെ കുറവായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് ഇവരുടെ ചിന്തയിലും വികാരങ്ങളിലൊക്കെ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരെ കുറ്റവിമുക്തമാക്കാറും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ഇവരുടെ ബ്രെയിനിൽ വന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അല്ലെ, ഇവരുടെ ടെമ്പറാമെന്റ് മനസ്സിലാക്കി, അതുപോലെ ഓരോ കുട്ടികളുടെയും ടെമ്പറാമെന്റ് മനസ്സിലാക്കി, അതുപോലെ പ്രായക്കാരുടെ ബ്രെയിനിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി ഇവരുടെ കൗമാരക്കാരുടെ സവിശേഷതകൾ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, ഇവരുടെ സവിശേഷത എന്ന് പറയുമ്പം ഇവര് കൊഗ്നിറ്റീവായിട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഒക്കെ വളരെ വേഗത്തിൽ നടക്കും. നമ്മളുടെ ഒരു 10 മടങ്ങ് വേഗത്തിൽ ഇവരുടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഒക്കെ നടക്കും. നമുക്കറിയാം, അപ്പോ ഫേസ്ബുക്കിന്റെ മാർക്ക് സുക്കൻബർഗ് ഒക്കെ 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഫേസ്ബുക്കിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. 17-18 വയസ്സാവുമ്പോഴാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇവരുടെ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും അതുപോലെ ഇവർക്ക് ക്രിയേറ്റീവായിട്ടൊക്കെ നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്നാൽ ഇവർക്ക് ശ്രദ്ധ വളരെ കുറവായിരിക്കും, കുറച്ച് പുറകിലായിരിക്കും ശ്രദ്ധയുടെ കാര്യത്തിൽ. അതായത് സസ്റ്റെയിൻ ആയിട്ട് അറ്റൻഷൻ നിലനിർത്താൻ ഇവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സംഭവത്തിൽ നിൽക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ സമയത്തൊക്കെ ഇവർക്ക് പലവിധ ചിന്തകൾ ഇവരിലേക്ക് കയറി വരും. ഇപ്പൊ നമുക്കറിയാം, ഈ ടീനേജ് ആയിട്ടുള്ള ആളുകളിൽ ഇപ്പൊ എന്റെ 2 മക്കള് ടീനേജ് ആണ്. ആള് ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളൂ, SS-ന്റെ പീരീഡ് അതായത് ബോറിംഗ് ആണ്, ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോ സോഷ്യൽ സയൻസ് മാം ഇങ്ങനെ ക്ലാസ് എടുക്കുവാണ്, ആ സമയത്ത് വേറെ കുറേ തോട്ട് കയറി വരികയാണ് എന്നാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അത് കറക്റ്റ് ആണ്. ഇവർക്ക് സസ്റ്റെയിൻ ആയിട്ട് അറ്റൻഷൻ നിലനിർത്താൻ ഇവർക്ക് പറ്റില്ല. പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളിലൊക്കെ പ്രത്യേകിച്ചു അത് എല്ലാ കാര്യത്തിലും അവർക്ക് അറ്റൻഷൻ കുറവ് തന്നെയായിരിക്കും. ഇൻക്ലൂഡിങ് ഇവരുടെ മനസ്സിൽ ഇവരുടെ ഈ ഏജിൽ കടന്നു വരുന്ന പല താല്പര്യങ്ങളും ഒക്കെ ഇവരുടെ ചിന്തയിലേക്ക് കടന്നു വരാനും ഒക്കെ ഇതൊരു കാരണമാണ്. അതുപോലെ പുതിയ പുതിയ ഹാബിറ്റുകൾ ഇവരിൽ ഉടലെടുത്ത് വരും. പുതിയ ഹാബിറ്റുകളൊക്കെ ഇവർ ഉണ്ടാക്കുന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ അനലറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ റിസ്ക് അസസ്മെന്റ്. അനലറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കാനുള്ള
ഒരു പ്രാപ്തി ഇവർക്ക് ആയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ റിസ്ക് അസസ് ചെയ്യാനും ഇവർക്ക് പറ്റില്ല. ഇപ്പം നമ്മുടെ ന്യൂസിലൊക്കെ എപ്പോഴും കാണുന്നതാണ് അല്ലേ. അത് മാത്രമല്ല, നമ്മൾ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാം, നമ്മൾ പോണ വഴിക്ക് ചില ഈ ടീനേജിലുള്ള പിള്ളേരായിരിക്കും അധികം ബൈക്കൊക്കെ ഭയങ്കര അത്രയും ഡേഞ്ചർ ആയ രീതിയിൽ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ പോകുന്നൊക്കെ കാണാം. ഭയങ്കര റിസ്ക് എടുത്തിട്ടുള്ള സംഭവം. അപ്പൊ ഈ റിസ്ക് അസസ് ചെയ്യാനും, അതുപോലെ നമ്മൾ എപ്പോഴും പേപ്പറിലാണെങ്കിൽ ന്യൂസിലാണെങ്കിൽ എപ്പോഴും കാണുന്നതാ ഈ ഒരു പാറമടിയിൽ മുങ്ങി മരിച്ചു, അല്ലെങ്കിൽ പുഴയിൽ മുങ്ങി മരിച്ചു, അങ്ങനെയൊക്കെയുള്ള ന്യൂസ് അധികവും ഇങ്ങനെയുള്ള ഒരു ഏജ്, ഈ ഒരു ഏജിൽ ഗ്രൂപ്പിലുള്ളവരായിരിക്കും കൂടുതലും അതില് പെട്ടിട്ടുണ്ടാവുക. കാരണം ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു പുഴയിലോ ഒക്കെ പോകുമ്പോൾ അവിടെ ഒരു മണൽത്തിട്ട ഉണ്ടെങ്കിൽ അതിൽ ചവിട്ടി കഴിഞ്ഞാൽ അതിനപ്പുറത്ത് കുഴി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാതിരിക്കുന്നതാവും നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ അത്രയും സൂക്ഷിച്ചും അത്രയും കെയർഫുൾ ആയിട്ടായിരിക്കും നമ്മൾ ആ കാര്യം ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ഏജിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കുറവായിരിക്കും. എന്താണ് റിസ്ക് അസസ്മെന്റും ഒക്കെ കുറവായിരിക്കും. അതുപോലെ അങ്ങോട്ട് പോവണ്ട എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനും അത് അനലൈസ് ചെയ്യാൻ, ആ ഒരു ഡിസിഷൻ അനലൈസ് ചെയ്യാനൊന്നും ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്രായക്കാര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതുപോലെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെടുന്നതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ, ഇവരുടെ തലച്ചോറിന്റെ ആ ഒരു ഭാഗം വികസിച്ച് വന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഹൈ ഇമോഷൻസ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇമോഷണൽ എക്സ്പീരിയൻസ് വളരെ ഹൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് എന്താണ്, പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ പെട്ടെന്ന് സങ്കടം വരിക, അതൊക്കെ അതിന്റെ അങ്ങോട്ട് പീക്കിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ നന്നായിട്ട് പ്രേമിക്കാൻ ആ സമയത്താണ് പറ്റുക. അതുപോലെ പ്രേമിക്കാൻ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പറ്റില്ല എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഓരോ വികാരങ്ങളും അവിടെ ഇമോഷൻസ് ഇവര് പ്രകടിപ്പിക്കുന്നുണ്ടാവുന്നത്. അതായത് ലോ ഇമോഷൻ പ്രോസസ്സിങ്ങും ഹൈ ഇമോഷണൽ എക്സ്പീരിയൻസും ആയിരിക്കും. അതായത് ഇമോഷണൽ പ്രോസസ്സിങ് ലോ ആയിരിക്കും. നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇമോഷൻസിനെ ലേബൽ ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. എന്താണ് എനിക്ക് ദേഷ്യമാണോ, അതോ എനിക്ക് സങ്കടമാണോ, അതോ വിഷമമുണ്ടോ, അങ്ങനത്തെ ഒന്നും ഇവർക്ക് പൊതുവെ അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല അവർക്ക് എന്താണ് ഇപ്പോ അനുഭവിക്കുന്നത് എന്നുള്ളത്. അതുപോലെ നമുക്ക് തന്നെ പേരൻസിനാണെങ്കിലും മക്കളെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കളെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ഇവർക്ക് എന്താ പറ്റിയത്, ഇവന് സങ്കടമാണോ, അതല്ല ഇവന് എന്തെങ്കിലും കുറ്റബോധമാണോ, അതോ ഇവന് ദേഷ്യമുള്ളത് കൊണ്ടാണോ, എന്താണ് എന്നുള്ളത് ഇവരുടെ ഇമോഷൻസിനെ ലേബൽ ചെയ്യാൻ ഇവർക്ക് തന്നെ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്താണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. ഓക്കെ, ഈ പ്രായത്തില് അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ, അപ്പൊ ഈ കൗമാരക്കാരുടെ ഈ ഒരു പ്രവർത്തനത്തിനെ ഇങ്ങനെ പറയാറുണ്ട്, വളരെ സ്പീഡിൽ മാക്സിമം ആക്സിലേറ്റർ അമർത്തി ഏറ്റവും മാക്സിമത്തിൽ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡിൽ പോകുന്ന ഒരു കാറിന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ആയി വരുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഉപമിക്കാറുണ്ട്. അത് വളരെ കറക്റ്റ് ആയിട്ടാണ് അല്ലെ. ഓക്കെ, ഫിസിക്കൽ ഗ്രോത്ത് അതുപോലെ തന്നെ ഇനി ഇതിന്റെ കൂടെ പറയപ്പോ ബ്രെയിനിലുള്ള കാര്യങ്ങളും ചേഞ്ചസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഫിസിക്കലായിട്ടും എന്താണ് ഈ സമയത്ത് ഒരുപാട് ഫിസിക്കൽ ഗ്രോത്തും വളരെ സ്പീഡിലായിരിക്കും എന്നുള്ളതാണ് ഒന്ന്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരിൽ ഭയങ്കര എനർജി ആയിരിക്കും. ഈ ഒരു ഏജിൽ എന്ന് പറയുമ്പോൾ നല്ല എനർജി ഉള്ള ഒരു സമയമായിരിക്കും. നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലല്ലേ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ +1 +2 ആ ഒരു കാലഘട്ടമാണിത്. ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഹൈ എനർജി ഉള്ള സമയമാണ്. പക്ഷെ അതൊന്ന് വെന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാം. കാരണം ഇവര് ഡെയിലി ക്ലാസ് ഉണ്ടാവും, സ്കൂളിൽ പോയി രാവിലെ പോയി വൈകുന്നേരം വരുന്നു, വീക്കെൻഡിൽ ട്യൂഷനോ അല്ലെങ്കിൽ കോച്ചിങ്ങോ ഒക്കെ ആയിട്ട് എന്താ പറയാ ഇവര് വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും. ഇവരുടെ എനർജി വെന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു എന്താണ് സമയം ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലോ. ഈ സമയത്ത് തന്നെയാണ് ഇവരുടെ എന്താണ് സെക്ഷൽ മെച്യൂരിറ്റി ഉണ്ടാവുന്നതും ഈ ഒരു സമയത്ത് തന്നെയാണ്. ഇതിനൊപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്ന മറ്റൊരു സംഭവമാണ് ഇവരുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ആണ് ഒന്ന് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്.
അതായത് മനോസാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, അതിലും ഇവർക്ക് ഡെവലപ്മെന്റ് വരും. ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഞാൻ ആരാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, സ്വയം കുറെ ചിന്തകൾ വരും ഇവർക്ക്. ഞാൻ ആരാണ്, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്റെ സന്തോഷം എന്താണ്, എന്റെ പാഷൻ എന്താണ്, എന്റെ താല്പര്യം എന്താണ്, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, എന്റെ പേരൻസ് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ ടീച്ചേഴ്സ് എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഏത് തരത്തിലുള്ള മനുഷ്യനാണ്, അങ്ങനെയൊക്കെ 100 കൂട്ടം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവരിൽ വരുന്നത് തന്നെ. അപ്പൊ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തുന്നത് ഇവര് തന്നെ ഉത്തരം അന്വേഷിക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ പുതിയ റിലേഷനിലൂടെ, അതല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങളിലൂടെ. ഇപ്പൊ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ കാണാൻ ഡ്രസ്സിംഗ് ഒക്കെ, അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റും, പുതിയ പുതിയ ഡ്രസ്സിംഗ് സ്റ്റൈലുകൾ പരീക്ഷിക്കും, ഹെയർ സ്റ്റൈൽ പുതിയത് പരീക്ഷിക്കും, അങ്ങനെ പുതിയ ഹാബിറ്റുകൾ ഉണ്ടാവും, അതിങ്ങനെ പുതിയ അന്വേഷണങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇവര് തന്നെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവര് സ്വതന്ത്രമായിട്ട്, അതായത് ഫാമിലിയിൽ നിന്നൊക്കെ മാറി സ്വതന്ത്രമായിട്ടൊരു ഞാനൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, എനിക്കൊരു വ്യക്തിത്വമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് ചിന്ത വന്ന് ഒരു ഫാമിലിയിൽ നിന്നൊന്ന് മാറി നിൽക്കാനുള്ള, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശ്രമം ഇവരിലുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇവരിലേക്ക് വരുമ്പം നോർമലി എന്താണ്, ഫാമിലിയിൽ കുറച്ച് ഹോൾഡുള്ള ആള്, അധികാരമുള്ള ഒരാൾ ആരാണോ ആ ആളോട് ഇവര് റിബല്യസ് ആയിട്ട് പെരുമാറാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് അധികാരത്തിനോട്, അതിനെ വികർഷിച്ച് നിൽക്കുക എന്നുള്ള രീതിയിൽ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നുകൊണ്ടുള്ള ചിന്തകളും അതുപോലെയുള്ള ഇമോഷണൽ പ്രകടനങ്ങളും ഒക്കെ ആ സമയത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ഇവരിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇവര് കരുതാണ് ഇവരെന്നെ ഒരു സ്പോട്ട് ലൈറ്റ് ആയിട്ട് ഇവർ കാണുകയാണ്. അതായത് എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഒരു സ്പോട്ട് ലൈറ്റിലാണ് എന്നാണ് ഇവർ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ ആരും അവരെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ മീശ മുളക്കുന്നുണ്ടോ, മുഖക്കുരു വന്നോ, എന്നിൽ മുഖക്കുരു ഉണ്ട്, അതാരോ ശ്രദ്ധിക്കുന്നുണ്ടോ, എനിക്ക് മീശ വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതിങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ എല്ലാവരും ഇങ്ങനെ സ്പോട്ട് ലൈറ്റിൽ നിർത്തിയേക്കാണ് എന്നുള്ള ഒരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ടാവും. നോർമലി ആരും ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് ഇവർക്ക്, നേരത്തെ പറഞ്ഞു, സ്വന്തമായ ഒരു വ്യക്തിത്വം, അങ്ങനെയുള്ള കാര്യങ്ങൾ, വീട്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ ഒരു റിബല്യസ് സ്വഭാവം ഒക്കെ വരാനൊക്കെ ഉള്ള ഒരു ചാൻസ്. ആ സമയത്ത് ഇവർക്ക് കൂടുതൽ ഇവർ കമ്മിറ്റഡ് ആയിട്ടുള്ളത് ഇവരുടെ പിയർ ഗ്രൂപ്പും ഫ്രണ്ട്സും ഒക്കെ ആ ഒരു രീതിയിലായിരിക്കും, അവരുടെ കൂടെ നിൽക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പൊ ഇത്രയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ സമയത്ത് പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പിന്നെ എങ്ങനെ എന്നുള്ളത് നോക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവരുടെ പ്രത്യേകതകൾ എന്താന്നുള്ളത് മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇവര് ഇങ്ങനെയൊക്കെ ലോജിക്കായിട്ട് തിങ്കിക്കാതെ അതും ചെയ്യുന്നതും പറയുന്നതും എന്തുകൊണ്ടാ എന്നുള്ളതൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇവരുടെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങള്, പിന്നെ ഇവരുടെ ടെമ്പറാമെന്റ് ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കുട്ടിയും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ്? അവരെന്തുകൊണ്ട് പാരന്റ്സിനോട് ഇങ്ങനെ റിബല്യസ് ആയി പെരുമാറുന്നത്? അതല്ലെങ്കിൽ ചിലർക്കുള്ള പരാതി എന്താണ്, പാരന്റ്സ് ടീനേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ അടുത്തുനിന്ന് അകന്നുപോയി, പാരന്റ്സിന്റെ അടുത്തുനിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. അതായത് ഒരുപാട് അകന്ന് നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മുടെ അടുത്ത് വരുന്നില്ല, എപ്പോഴും റൂമിൽ അടച്ചു കൂട്ടിയിരിക്കുന്നത്, ഫാമിലി എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അതിന്റെ കൂടെ കൂടുന്നില്ല, അങ്ങനെ ഒരുപാട് പരാതികൾ പാരന്റ്സിന് ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലോ, എന്നെ എന്റെ പാരന്റ്സ് മനസ്സിലാക്കുന്നില്ല, അങ്ങനെയുള്ള പരാതികൾ അവരുടെ മനസ്സിലും ഉണ്ടാവും. അവർ ചിലപ്പോൾ അത് പറയുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ മനസ്സിലും ഉണ്ടാവും. അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പാരന്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുട്ടികളെ അറിഞ്ഞുകൊണ്ട് വളർത്തുക എന്നുള്ളത് തന്നെയാണ്. കുട്ടികളെ അറിഞ്ഞുകൊണ്ട് വളർത്തുക എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി, ഇപ്പൊ എങ്ങനെയാണ് അതായത് ഇവരെ എംപതറ്റിക് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാ. ഇവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, നമ്മള് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. എംപതറ്റിക് ആയിട്ട് ഇവരോട് പെരുമാറി കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പാരന്റ്സും കുട്ടികളും തമ്മിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പാരന്റ്സ് കുട്ടികളോട് എംപതറ്റിക് ആയിട്ട് പെരുമാറുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് കുട്ടിയുടെ ഭാഗത്തുനിന്ന് പാരന്റ് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കുട്ടിക്ക്
കുട്ടിക്ക് എന്താണ്, ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുട്ടിയോട് പെരുമാറുമ്പോൾ അവിടെ ഒരു പ്രശ്നത്തിനുള്ള ഒരു സ്പേസ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ വീട്ടുകാർ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഇവർ കാര്യങ്ങളും ഇവരുടെ സംശയങ്ങളും ഒക്കെ പുറത്തുള്ള ആളുകളോട് ഷെയർ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ. അതുപോലെ തന്നെയാണ് പ്രണയങ്ങളിൽ ചെന്ന് ചാടുന്നതും. അധികവും പാരന്റ്സിനോട് അത്ര ഓപ്പൺ ആവാൻ പറ്റാത്ത സാഹചര്യമുള്ള കുട്ടികളാണ് അധികവും അങ്ങനെയുള്ള ഇതിലൊക്കെ വന്ന് പെടുന്നത്, പ്രണയങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത്. പക്ഷെ ഈ ഒരു ഏജിൽ പ്രണയം തോന്നുന്ന ഒരു എന്താണ് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അത് തോന്നിക്കഴിഞ്ഞാൽ പാരന്റ്സിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് വന്നത് പറയാനും പാരന്റ്സിന് അത് നന്നായിട്ട് നല്ല രീതിയിലാക്കി ഗൈഡ് ചെയ്യാനും പാരന്റ്സിന് പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് പാരന്റ്സ് കുട്ടികളെ എംപതറ്റിക് ആയിട്ട് അവരോട് പെരുമാറണം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവര് ഏത് തെറ്റിലേക്കാണെങ്കിലും, ഇനിയിപ്പൊ ഇതല്ല, ചിലപ്പം അപ്പൊ കുട്ടികൾ നമ്മളോട് അടുത്ത് വന്നിട്ട് എന്ത് കാര്യമാണെങ്കിലും സ്കൂളിൽ പുറത്തുണ്ടായ അവർ കണ്ട കേട്ട കാര്യങ്ങൾ നമ്മളുമായിട്ട് പാരന്റ്സുമായിട്ട് ഷെയർ ചെയ്യും. അവരെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇന്ന് അവൻ എനിക്ക് ഒരു സിഗരറ്റ് തന്നു, എന്നോടൊന്ന് സ്മോക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്നുള്ളത് വളരെ ധൈര്യത്തോടു കൂടി പാരന്റ്സിന്റെ അടുത്ത് വന്ന് കുട്ടികൾ പറയുമ്പം അപ്പൊ അവിടെ എന്താണ് പാരന്റിന് കുട്ടിയെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ കുട്ടിയോട് എനിക്ക് എന്തോ ഒരു തോന്നുന്നുണ്ട് എന്ന് പാരന്റിനോട് വന്ന് പറയുമ്പോൾ ആ കുട്ടി അവരെ അവിടെ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നുണ്ട്, ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് വീട്ടിൽ വന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള അപ്പൊ നിനക്ക് എങ്ങനെയാ, അങ്ങോട്ട് എങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഒരു അനുകൂല ഭാവത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. നിനക്ക് അതിനുള്ള സമയമാവുമ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ അപ്പൊ നടക്കും, ഇപ്പോ അതിനുള്ളൊരു സമയമല്ല എന്നുള്ളതും അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുള്ളത് പാരന്റ്സിന് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ എത്തിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ആണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വിംബിൾ അക്കാഡമി നല്ല ക്ലാസ് ആയിരുന്നു മാം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് ബ്രെയിനിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസൻസ്, അതെനിക്ക് നന്നായിട്ട് തോന്നി. ഓക്കെ, താങ്ക് യു. ഒരു ഫീഡ്ബാക്ക് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മളെ എപ്പോഴും ബെറ്റർ ആക്കാൻ പറ്റാൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് അതിനൊരു നെഗറ്റീവ് ആയിട്ടല്ല ഞാൻ കാണുന്നത്, എനിക്ക് എന്നെ ബെറ്റർ ആക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുക. അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ സന്തോഷമായിരുന്നു. ഓക്കെ മാം, നമുക്ക് ഇത് കുറച്ച് ബെനിഫിറ്റ് ഉള്ള അല്ലെങ്കിൽ നമ്മള് ഇൻട്രസ്റ്റോടെ ഇരുന്ന് കേട്ടപ്പോ നെഗറ്റീവ് തോന്നിയില്ല. നെക്സ്റ്റ് ടൈം ഇനി ആ ഒരു ക്രിട്ടിക്കൽ മൈൻഡോട് ഇരുന്ന് കാണാം. എന്ന് വെച്ചാൽ മോശമാക്കാനല്ല, മാഡം പറഞ്ഞ പോലെ ഇത്തരം കറക്ഷൻസ് ആണല്ലോ നമ്മളെ എല്ലാം കുറച്ചുകൂടെ മെച്ചപ്പെട്ടവരാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷമ. മറ്റാർക്കെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്കോ എന്തെങ്കിലും
പറയും ഷഹാന. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്കൊരു കുഞ്ഞു മോളാണ്, 6 വയസ്സായിട്ടുള്ളൂ. എങ്കിലും ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ. ഞാൻ ഇനിയും ആ ഒരു ഫേസിലൂടെ കടന്നു പോകേണ്ട ആളാണ്. അപ്പൊ വളരെ നല്ല ക്ലാസ് തീർച്ചയായിട്ടും. ആയിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ മാം അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഒരുപാട് സ്പീഡ് അല്ല, എന്നാൽ സ്ലോ അല്ല, വളരെ കാമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഒരു ഒപ്പീനിയൻ പറയാനുള്ളത്, ഒരിക്കലും അത് നെഗറ്റീവ് അല്ല. കാരണം അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മോശമായിട്ടില്ല ക്ലാസ്. പക്ഷെ ഒരു PPTയോ എന്തെങ്കിലും ഒരു പ്രസന്റേഷനോ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഒരു എന്താ പറയാ, നമുക്കൊന്ന് ഷെയർ ചെയ്താൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഡേറ്റ നമ്മുടെ കയ്യിൽ കാണുമല്ലോ, ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ കാണാൻ എന്താണ് എടുത്തത് എന്ന്. അപ്പൊ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, കൂടെ ഇരിക്കുന്നവരെല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും, അങ്ങനെയല്ല. എങ്കിലും കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് കരുതി മാം പഠിപ്പിച്ച് നമുക്ക് കിട്ടിയില്ല എന്നല്ല, കാരണം അത്രയും കാമായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ സ്പീഡായിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് താങ്ക് യു സോ മച്ച്, നന്നായിരുന്നു. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. താങ്ക്സ് അലോട്ട് ഷഹാന മാം. ഇതില് ഈ പറഞ്ഞ പോലെ PPTയുടെ കാര്യം ഞാൻ വിംബിൾ അക്കാഡമിയിൽ ഇവരുടെ പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ജാസ്മിൻ, ഐ തിങ്ക് ജാസ്മിൻ. എന്റെ പേര് സജില. സജില. ഓക്കെ, സോറി, സജില. സജിലയോട് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ PPT ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് എന്റെ ജോലിയുടെ തിരക്കിൽ എനിക്ക് അതിനൊരു സമയം കിട്ടിയില്ല എന്നതാണ് സത്യം. അപ്പൊ ഞാൻ സജിലയോട് പറയുകയും ചെയ്തു, PPT ഒന്നും ഇല്ലല്ലോ, കുഴപ്പമില്ല എന്ന് ചോദിച്ചിട്ടും കൊണ്ടാണ്. എനിക്കറിയാം അതൊരു പോരായ്മയാണെന്നുള്ളത്. തീർച്ചയായിട്ടും അത് പറഞ്ഞതിൽ സന്തോഷം. എനിക്ക് ഇനി നെക്സ്റ്റ് ടൈം അതിൽ എന്തായാലും അത് മസ്റ്റ് ആണ് എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ട്. വരുത്തിയതിന് ഷഹാന താങ്ക്സ്. അതുപോലെ ഷഹാന പറഞ്ഞ പോലെ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് തിരുത്തണം, അല്ലെ? എന്നാൽ പാരന്റിങ് എന്നൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, പാരന്റിങ്ങിൽ നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് പറ്റിയത് തന്നെയാ, തിരുത്താൻ പിന്നെ ഒരു അവസരമില്ല. അതല്ലേ ശരി, അല്ലേ? അപ്പോ നമ്മൾ ആ ഒരു കുട്ടിയുടെ ആ ഒരു കാലഘട്ടം അത് കഴിഞ്ഞു പോയത് തന്നെയാ. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നുള്ളത് തന്നെയാ. അതിൽ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ തിരുത്താൻ ഒരു അവസരമല്ല. ആ കാലഘട്ടം റിവേഴ്സ് ചെയ്ത് വരുന്നില്ലല്ലോ, അതിൽ നമുക്ക് തിരുത്താൻ ഒരു അവസരമില്ല. അതുകൊണ്ട് തന്നെ ഈ പാരന്റിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. പാരന്റിങ് ക്ലാസ്സുകൾ ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഗൂഗിൾ ചെയ്താലും ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വളർത്തുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഷഹാന പറഞ്ഞ പോലെ ചെറിയ കുട്ടിയാണെങ്കിലും നമുക്ക് ഇത് ഭാവിയിൽ ഉപയോഗപ്പെടുമല്ലോ എന്നുള്ളത് ഓരോ സമയത്തും നമുക്ക് ഏതാണെങ്കിലും പാരന്റിങ്ങിൽ ഏത് ക്ലാസ് ആണെങ്കിലും ആ ഏജിലെല്ലാം നമ്മുടെ കുട്ടി എന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് അത് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള തെറ്റുകൾ വരാതെ നോക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ് ഭാവിയിലേക്കുള്ള ഒരു അസറ്റ് ആണല്ലേ, ഭാവിയിലേക്കുള്ള ഒരു അസറ്റുകളാണ് നമ്മളുടെ ഓരോ മക്കളും. അതിൽ നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്താൻ നമുക്കൊരു അവസരമില്ല. അപ്പോ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും? അതുപോലെ ഫീഡ്ബാക്കുകൾ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ പറയാം. ഇനിയാകെ 3 പേരും കൂടെ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിംബിൾ അക്കാഡമി അതുപോലെ എന്നെ കേട്ടിരുന്ന ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ സെഷൻ ഇവിടെ സമാപിക്കുന്നു. സെഷൻ ലീഡ് ചെയ്ത മാമിന് സന്തോഷം അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലുള്ള വെബിനാർസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും പങ്കെടുക്കുക.